പാലക്കാട് ജില്ല മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ -2 മുതൽ +2 വരെ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പ്. കുറെ A+കാരെ സൃഷ്ടിക്കൽ മാത്രമല്ല, മൂല്യബോധമുള്ള ഒരു തലമുറയെ കൂടി വാർത്തെടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്റ്റാഫ് മീറ്റിംഗിൽ ആലോചിച്ച് തീരുമാനമെടുത്തതാണ് പാഥയം എന്ന ചാരിറ്റി കൂട്ടായ്മ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയ പിന്തുണയാണ് രക്ഷിതാക്കളും പൂർവാധ്യാപകരും നാട്ടുകാരും എല്ലാം ഈ ചാരിറ്റി കൂട്ടായ്മയ്ക്ക് നാളിതുവരെ നൽകിയിട്ടുള്ളത്. 3-4 പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ തുടക്കത്തിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയുടെ ഭാഗമായി വീടില്ലാത്ത 2 കുട്ടികൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കൽ ഉൾപ്പെടെ ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളും സേവനങ്ങളുമായി ഈ നാട്ടിലെ ആവശ്യം നേരിടുന്ന ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ഈ ചാരിറ്റി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ നാടിനൊപ്പം നിൽക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ ചാരിറ്റി കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി വയനാട് നടന്ന ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ അധ്യാപകരും കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്ത് 1,32,173 രൂപ പാലക്കാട് ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുന്നത് ഉൾപ്പെടെ 17 തുടർച്ചയായ വർക്കുകളാണ് ഈ അക്കാദമിക വർഷം ഈ ചാരിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഏറെ അഭിമാനമുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നത്. ടീം ശബരി ഈ ചാരിറ്റി കൂട്ടായ്മയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു ലോഗോയുണ്ട് കേട്ടോ, അടിപൊളി ലോഗോയാണ്. ഞങ്ങൾ അതിനു വേണ്ടി ഒരു മത്സരം നടത്തി. 10-ലെ അനുചേച്ചിയും ലക്ഷ്മി ചേച്ചിയുമാണ് ഫസ്റ്റ്. അടിപൊളി ലോഗോയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ പാഥയത്തിന്റെ പ്രവർത്തനങ്ങളും മറ്റും കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു നോട്ടീസ് ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നോട്ടീസ് ബോർഡിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോസും അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ സ്കൂളിലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ യാത്രാക്കുറിപ്പ് എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല യാത്രാക്കുറിപ്പുകൾ മോർണിംഗ് പ്രയറിന് ശേഷമുള്ള സമയത്ത് അവർക്ക് അത് എല്ലാവരിലേക്കും പങ്കുവെക്കാനുള്ളൊരു അവസരവും ഞങ്ങൾ ടീച്ചേഴ്സ് ഒരുക്കി കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്രയും നല്ല യാത്രാക്കുറിപ്പുകൾ എഴുതുന്ന കുട്ടികൾക്ക് ടീച്ചർമാർ നല്ല നല്ല സമ്മാനങ്ങൾ നൽകാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ഫണ്ട് കളക്ഷനായി സ്ഥാപിച്ച ചാരിറ്റി ബോക്സ്. ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ 2 ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവർ കൊണ്ടുവരുന്ന പോക്കറ്റ് മണിയിൽ നിന്നും കുറച്ച് തുക സമ്പാദിച്ചതിന് ശേഷം ഇതിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ആവശ്യ സാധനങ്ങളുടെ ഒരു കളക്ഷൻ നടത്തിയപ്പോൾ അതിൽ വേണ്ടത്ര സാധനങ്ങൾ നൽകി ഞങ്ങളുടെ കൂട്ടുകാരും ടീച്ചേഴ്സും ഞങ്ങളെ സഹായിച്ചു. PTA, മാനേജ്മെൻറ്റ്, ഓൾ സ്റ്റുഡൻസ് ഇവരെല്ലാം ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം ഒഴിവാക്കി അതിൽ നിന്നും കിട്ടുന്ന തുകകളെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കും. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന തുകകളും സാധനങ്ങളുമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പദ്ധതിയാണ് കൈത്താങ്ങ്. അച്ഛനും അമ്മയും മരിച്ചതും അസുഖമായി കിടക്കുന്നതുമൊക്കെയായി ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മൾക്കിടയിൽ. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ഞങ്ങൾ നൽകും. അതിനായി ഞങ്ങളുടെ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് സഹായം നൽകാറുള്ളത്. ഇതുവരെ ഈ വർഷം 2,40,000 രൂപ ഞങ്ങൾ പിരിച്ചു നൽകിയിട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആവശ്യത്തിനായി ഒരു ഫണ്ടുണ്ട്. അതാണ് വെൽഫെയർ ഫണ്ട്. ഇതിലൂടെ ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. ഡിയേഴ്സ്, we are really blessed. Guys, ഞങ്ങളുടെ ക്ഷേമത്തിനായി
ICICI ബാങ്കിൻ്റെ ആക്സിഡൻറ്റ് പോളിസി ഞങ്ങളുടെ സ്കൂളിലെ എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ ചാറ്റ് ഗ്രൂപ്പാട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ്, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പാതയ മെമ്പേഴ്സ് എല്ലാവരും അതിൽ അംഗങ്ങളാണ്. നേരിട്ട് മീറ്റിംഗ് കൂടിയും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെയാണ് പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാറ്. ഫോട്ടോസ്, ഫീഡ്ബാക്സ് എന്നിവ ഞങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുമുണ്ടല്ലോ. എ ടീച്ചർ, എ ബുക്ക്, എ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന ചിന്തയെ അനർത്ഥമാക്കും വിധം അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിച്ചു. ഗുരുവന്ദനം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശംസ എഴുതി ആശംസാ കാർഡും മിഠായിയും കൊടുത്ത് അധ്യാപകരെ ആദരിച്ചു. ഹായ് എവ്രിവൺ, ഞാൻ ആർദ്ര. ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പിലെ പാദ്യം ചാരിറ്റി കൂട്ടായ്മയുടെ കൺവീനറാണ് ഞാൻ. പാദ്യം ചാരിറ്റി ക്ലബ് ചെയ്ത പ്രവർത്തനങ്ങളിലൊന്നാണ് കിടപ്പുരോഗി സന്ദർശനം. അതിലെ എൻ്റെ അനുഭവം ഒന്ന് കേട്ടാലോ? ഞങ്ങൾ കൂട്ടുകാർ നൽകിയ ആവശ്യ സാധനങ്ങളുമായി ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുള്ള കിടപ്പ് രോഗികളെ സന്ദർശിച്ച് അത് അവർക്ക് നൽകി. അവരെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. പാവം, അവർ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അതിൽ ചില മുത്തശ്ശന്മാർക്ക് കട്ടിലും കിടക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർക്ക് കിടക്കയും കട്ടിലും ബാത്റൂം ചെയർസൊക്കെ നൽകി. അവരൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനൊക്കെ വേണ്ടി ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ഓരോ സേവനങ്ങളിലും അവർ ഉൾപ്പെടാറുണ്ട്. നമ്മുടെ ചുറ്റും എത്ര ആൾക്കാരാണ് ഇതുപോലെയുള്ളത്? നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ അവർക്ക് തീർച്ചയായും ചെയ്യണം. ഞങ്ങൾ ഞങ്ങളുടെ 2 വീടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീട് പണിത് താക്കോൽ കൈമാറിയിട്ടോ. ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ ശ്രീകണ്ഠൻ സാർ, ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ ശശികുമാർ സാറിന്റെ നേതൃത്വത്തിൽ ജനുവരി 3-ാം തീയതി ഉദ്ഘാടനം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ്, ജനപ്രതിനിധികൾ, റിട്ടയർഡ് അധ്യാപകർ, നാട്ടുകാർ സാന്നിധ്യത്തിൽ പാതയ മെമ്പേഴ്സ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുത്തശ്ശിയും മുത്തശ്ശനുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾ കുറച്ച് മുത്തശ്ശിമാരെ കാണാൻ പോയി. അവർക്ക് ആരുമില്ല അവരെ നോക്കാൻ ഒരേ ഒരാൾ. ഒരുപാട് അമ്മമാർക്ക് അമ്മയായി ഒരു കുഞ്ഞു സിസ്റ്റർ. വസന്തകാലത്ത് മക്കൾക്കായി മാത്രം ജീവിച്ച മുത്തശ്ശിമാർക്ക് ജീവിത സായനത്തിൽ ആർക്കും വേണ്ടാതാവുന്നത് എന്ത് കഷ്ടല്ലേ. അവർക്ക് ഞങ്ങളോട് ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം കേട്ടു. അവരോടൊപ്പം ആടിയും പാടിയും കഥകൾ പറഞ്ഞു കേട്ടും ഒരു ദിവസം പോയതറിഞ്ഞില്ല. അവർക്കായി ഭക്ഷണ സാധനങ്ങളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും കളക്ട് ചെയ്തിരുന്നു. മുണ്ടൂരുള്ള ശാന്തൽ വൃദ്ധസദനത്തിലെ ആ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അന്ത്യവിദ്യാലയത്തിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാകും ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന വാക്ക് എത്രമാത്രം മഹത്വകരമാണെന്ന്. അവർക്ക് കാണാനായില്ലെങ്കിലും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും കാലങ്ങൾക്കപ്പുറം അവർ നമ്മെ തിരിച്ചറിയും. അവർക്ക് എഴുതാനും വായിക്കാനും പാടാനൊക്കെയാകും. മൊബൈൽ, കമ്പ്യൂട്ടർ മുതലായ ആധുനിക ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്ന്. ഞങ്ങൾ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. വിദ്യാലയവും പരിസരവും വൃത്തിയാക്കി. 1 വർഷം അവർക്ക് എഴുതാനുള്ള ബ്രെയിലി ബിക്കുള്ള പേപ്പർ ഞങ്ങൾ നൽകി. ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കാരാകുറിശിയുള്ള ആകാശപർവ്വ സന്ദർശിച്ചു. അയ്യോ, ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. മനസ്സിന്റെ പിടി വിട്ടാൽ തന്നെ എന്തൊരു കഷ്ടമാ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. ഞങ്ങൾ അവരോടൊപ്പം ആടിയും പാടിയും ഒരു ദിവസം അവർക്കായി ചിലവിട്ടു. ഞങ്ങൾ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളുമെല്ലാം അവർക്ക് നൽകി.
മെന്റലി റിട്ടാർഡായുള്ള കുട്ടികളുടെ സ്കൂളാണ് ഫെയ്ത്ത് ഇന്ത്യ. ഞങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി അവരോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ഇടപഴകുകയും ചെയ്തു. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ, മറക്കാൻ കഴിയില്ല ആ ദിവസം. ഗൈസിൻ്റെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുമായി ഞങ്ങൾ പാതയം ചാരിറ്റി ഗ്രൂപ്പ് ശബരി HSS പള്ളിക്കുറുപ്പ് എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ. തുടങ്ങിയ വർഷം തന്നെ ഞങ്ങൾ ഏറെ മുന്നേറി ഒരുപാട് സഹായങ്ങളുമായി ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഞങ്ങളുടെ പഠന സമയമൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ അവധി ദിനങ്ങളിലും വൈകുന്നേരങ്ങളിലുമായി ഞങ്ങളോടൊപ്പം നിന്ന അധ്യാപകർ, PTA മാനേജ്മെന്റ്, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരോടെല്ലാം ഞങ്ങൾക്കേറെ കടപ്പാടും നന്ദിയുമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തീർച്ചയായും ഞങ്ങൾ ഈ പാതയിലൂടെ മുന്നോട്ട് പോകും. നല്ല വ്യക്തികളായി മാറുക തന്നെ ചെയ്യും. സമൂഹത്തിന് മാതൃകയായി ഞങ്ങൾ ഓരോരുത്തരും വളരും. ഒപ്പം ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും കൂടെ കൂട്ടും. അപ്പോ ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാവില്ലേ? ഞങ്ങളുടെ പാതയിൽ കൂട്ടായ്മ നമ്മുടെ നാടിനൊപ്പം നിങ്ങളും